ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വർഷത്തിലെല്ലാവരും ദൈവം ആരോഗ്യം, ബലവും, ദീർഘായുസ്സും സമാധാന സന്തോഷം തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്കിന്നൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ പായസത്തിന് 1/2 കിലോ ബെല്ലം ഞാൻ അത് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ റവ നുറുക്ക് ഗോതമ്പില്ലേ, അത് വേവിച്ച് വെച്ചതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ഉരുളിയിലേക്ക്. പിന്നെ നല്ലോണം ഇട്ട് അതൊന്ന് നല്ലോണം വെന്തിന് കുക്കറിലിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് പാലാണ്. പാൽ ഒഴിച്ച് കൊടുക്കുക. ഈസി, ഞാൻ 3/4 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ 3/4 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ പാക്കറ്റ് കഴുകിയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ടി വെള്ളം പോലെ വേണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ പാൽ 3/4 ലിറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 1/4 ലിറ്റർ ഉണ്ടായിട്ടുള്ളൂ. ചായക്ക് എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഉടച്ച് കൊടുക്കുക. പിന്നെ തീ കത്തിച്ച് കൊടുക്കുക. തീ കത്തിച്ചിട്ട് ഒരു ജാറിലേക്ക് നമുക്ക് ഒരു 5 ഏലക്കയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം അതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. പൊടിച്ചത് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ പായസം ഇവിടെ നല്ലോണം മിക്സാക്കി തിളയ്ക്കുന്നുണ്ട്. പായസത്തിലേക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാലെല്ലാം തിളച്ചിതായിന്. അതിലേക്ക് നമ്മൾ വെല്ലത്തിൻ്റെ പാനി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അത് വരയ്ക്കൊന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പായസത്തിന് വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. പായസത്തിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ നെയ്യൊന്നും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം, എത്ര വേണമെങ്കിലും ഇടാം. പിന്നെ അതുപോലെ മുന്തിരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു.